കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആര്? ഇപ്പോഴത്തെ വടംവലിയിൽ വിജയിക്കുന്നയാൾ മുഖ്യനാകും. എന്തായാലും കേരളത്തിന്റെ യൂത്ത് നോക്കുന്നത് എനർജിയാണ്, വടം വലിക്കാനുള്ള എനർജി അല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ വടംവലി വെറും ഒരു പൊളിറ്റിക്കൽ ന്യൂസ് അല്ല. കേരളത്തിന്റെ ഫ്യൂച്ചർ എക്കോണമി, ഇൻവെസ്റ്റ്മെന്റ്സ്, ജോബ്സ്, സ്റ്റാർട്ടപ്പ് ഗ്രോത്ത് ഇതിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ് ഉണ്ടാകേണ്ടത്. സ്പീച്ചസ്, ക്വിക്ക് റെസ്പോൺസ്, അഗ്രസീവ് സ്റ്റാൻഡ്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇതാണ് സോഷ്യൽ മീഡിയ ജനറേഷൻ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: കേരളത്തിൽ ഗ്രോത്ത് ഉണ്ടാകുമോ? കാരണം കർണാടക AI ഹബ്ബാകുന്നു, തമിഴ്നാട് മാനുഫാക്ചറിംഗ് പുഷ് ചെയ്യുന്നു, ആന്ധ്രാപ്രദേശ് വിദേശ ടെക് നിക്ഷേപകരെ ആകർഷിക്കുന്നു, ഗുജറാത്ത് സെമി കണ്ടക്ടർ എക്കോണമി ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ കേരളം എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയം പോലും CEO മൈൻഡ് സെറ്റിൽ ആളുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും? ആരാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്? ആരാണ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതാണ് റിയൽ ഡിസ്കഷൻ. കേരള രാഷ്ട്രീയം ഇനി പഴയ പോലെ ആയാൽ പോരാ. കേരളത്തിന് ഡെവലപ്മെന്റ് ഫോക്കസ് ലീഡർഷിപ്പ് അത് നൽകാൻ കഴിയുന്നയാൾ മുഖ്യമന്ത്രി ആകട്ടെ. അതിനുവേണ്ടിയാകട്ടെ ഈ വടംവലി. ഇതുപോലുള്ള ഇൻസൈറ്റ്സിന് ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.